ഹലോ ഫ്രണ്ട്സ്, BCR ഗാർഡൻസിലേക്ക് സ്വാഗതം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിലെ കുമരകത്ത് സ്ഥിതി ചെയ്യുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തെയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ മുറ്റത്തൊരു പടുതാക്കുളമുണ്ട്. അതിൽ നിറയെ മീനാണ്, എന്ന് വെച്ചാൽ കരിമീൻ തന്നെയാണ് കേട്ടോ. ഇത് നെറ്റ് ഉപയോഗിച്ച് ഒരു കൂട് കെട്ടിയിട്ട് അതിനകത്ത് വിൽക്കാനുള്ള മത്സ്യങ്ങളെ ശേഖരിച്ച് ആവശ്യക്കാരുടെ ആവശ്യമനുസരിച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇത് സിഗൽ കൗണ്ടറിലേക്കാണ് വിൽക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ എത്ര ഓർഡർ കൊടുക്കുന്നോ അത്രയും മീനെ അവിടെ നമുക്ക് കരിമീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നമ്മുടെ പടുതാക്കുളത്തിലേക്ക് ഇടാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ അവർ ഒരുക്കി തരുന്നുണ്ട്. അപ്പം നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ മുറ്റത്ത് വെർട്ടിക്കൽ സ്റ്റാൻഡ് ഉപയോഗിച്ചാണ് കൃഷികൾ ചെയ്യുന്നത്. അപ്പോൾ വെർട്ടിക്കൽ സ്റ്റാൻഡിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് ഒരുപാട് കൃഷി ചെയ്യാം. ഇന്ന് കൃഷി സ്ഥലം കുറവുള്ളവർക്ക് ഈ സ്റ്റാൻഡിൽ 2ഉം 3ഉം തട്ടുണ്ടാക്കി പച്ചക്കറികൾ സ്റ്റാൻഡിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരുപാട് സ്റ്റാൻഡ് അവിടെ ഡെമോ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ അവർ കൃഷി ചെയ്യാനും ഉപയോഗിക്കുന്നതാണ് ഇത്. അതും കഴിഞ്ഞിട്ട് റെയിൻ ഷട്ടറിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ റെയിൻ ഷട്ടറിൽ ഗ്രാഫ്റ്റ് മാവ്, ഒട്ടുമാവ്, അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ, വാഴ, പിന്നെ ചെടികൾ, ഓർണമെന്റൽ ചെടികൾ, അങ്ങനെ പലതരം സെക്ഷനായിട്ടാണ് അവിടെ വിത്ത് ഉൽപാദനം, തൈ ഉൽപാദനം, അങ്ങനെ പല സെക്ഷനിലായിട്ടാണ് ഇവർ കൊടുക്കാൻ അതിനകത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പം മഴ കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വെയിലും അടിക്കത്തില്ല, എന്നാൽ മഴ പെയ്യുമ്പോൾ ബൾക്കായിട്ട് വെള്ളം അതിനകത്ത് വീഴത്തുമില്ല. അപ്പം ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയത് ട്രൈക്കോഡർമ എൻട്രി ചെയ്ത് വളമുണ്ടാക്കുന്ന ഒരു സെന്ററിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ ചാണകവുമായിട്ട് എൻട്രി ചെയ്ത് വെച്ചിരിക്കുന്ന വളമാണ്. ഇത് 2 കിലോ പാക്കറ്റാണ്. ചാണകവുമായിട്ട് എൻട്രി ചെയ്യുന്നതിന് 70 രൂപയും അതുപോലെ തന്നെ ആട്ടിൻകാഷ്ടമായിട്ട് എൻട്രി ചെയ്യുന്നതിന് 80 രൂപയുമാണ്. സ്ക്വയർ വിത്ത് കമ്പോസ്റ്റ് ഉണ്ട്, അത് 1 കിലോ 25 രൂപ. 2 കിലോ പാക്കറ്റായിട്ടാണ് അവർ വിൽക്കുന്നത്. അപ്പം എല്ലാം കർഷകർക്ക് അവൈലബിൾ ആണ്. ആ സെന്ററിലേക്ക് ചെന്നിരുന്നാൽ ഈ ട്രൈക്കോഡർമ എൻട്രി ചെയ്ത് കൗഡങ്ങായാലും ആട്ടിൻകാഷ്ടമായാലും തക്കാളിക്കും കുരുമുളകിനും ഉണ്ടാകുന്ന അഴുകൽ രോഗം, ഏത് പച്ചക്കറിക്കായാലും അഴുകൽ രോഗത്തിനെതിരെ പ്രതിരോധിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. അപ്പം നിങ്ങൾക്കത് ഉപയോഗമാണ്. അതുപോലെ തന്നെ സീഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഇതാണ്ടല്ലോ, മെഷീനറീസ് റെന്റിന് കൊടുക്കുവാണ് കേട്ടോ. കർഷകർക്ക് ആവശ്യമുള്ള എന്ത് മെഷീനറീസ് വേണമെങ്കിലും ഇവിടുന്ന് റെന്റിന് എടുത്ത് കൊണ്ടുപോയി കൃഷി ചെയ്തിട്ട് തിരികെ കൊണ്ടേൽപ്പിക്കാം. അപ്പോൾ കാശ് കൊടുത്തൊന്നും വാങ്ങണ്ട. നമുക്ക് ആവശ്യം ടില്ലറാണോ ട്രാക്ടറാണോ എന്തോന്ന് വെച്ചാൽ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒരു യൂണിറ്റാണിത്. അതിനു വേണ്ടി റെൻ്റൊന്നും ആവശ്യമില്ല. ഇത് അക്വാകൾച്ചർ യൂണിറ്റാണ്. ഇതിനകത്ത് ടാങ്കിനകത്താണ് ഇവിടെ മീൻ വളർത്തുന്നത്. ആവശ്യമുള്ള മീൻ കുഞ്ഞുങ്ങളെ കർഷകർക്ക് സെയിൽ കൗണ്ടറിലേക്ക് എത്തിക്കുന്നുണ്ട്. അലങ്കാര മത്സ്യങ്ങളെയും കൃഷി ചെയ്തിട്ട് ടാങ്കുകളിലാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ക്രമീകരണം അവിടെ തന്നെ നടത്തുന്നുണ്ട്. സെയിൽ കൗണ്ടറിലാണ് എല്ലാം തന്നെ വിൽക്കുന്നത്. അടുത്തത് അയർ സമ്പൂർണ്ണയുടെ ഒരു യൂണിറ്റാണ്. ഇവിടെ ഉണ്ടാക്കി സെയിൽ കൗണ്ടറിലേക്ക് വിൽക്കുന്നുണ്ട്. അപ്പോൾ അയർ വാഴയ്ക്ക് 2ാം മാസവും 4ാം മാസവും ഉപയോഗിക്കുന്നു. സമ്പൂർണ്ണ അതുപോലെ തന്നെ ഡിസീസിനെ മാനേജ് ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് റെഗുലേറ്ററുമാണ്. ഇതും കർഷകർ ആവശ്യപ്പെട്ട് തന്നെ സെയിൽ കൗണ്ടറിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ കർഷകർക്ക് ആവശ്യമായ പ്രോഡക്റ്റ് തന്നെ കിട്ടും. അടുത്തത് തിലോപ്പിയയുടെ ഒരു മീൻ കുളമാണ്. ഇതിനകത്ത് ചെറിയ കുഞ്ഞുങ്ങളും വലിയ മീനുകളും തന്നെ ഒരുപാട് കിടപ്പുണ്ട്. ആവശ്യക്കാർക്ക് തിലോപ്പിയ തന്നെ മീൻ വിത്തുകൾ സെയിൽ കൗണ്ടറിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തന്നെ എത്തിക്കും. അതുപോലെ തന്നെ താമരക്കുളത്തിൽ പൂക്കളും സെയിലിനുണ്ട്, വിത്തും കൊടുക്കുന്നുണ്ട്. മാവ് ബാരലിൽ ചെയ്ത് ഇപ്പോൾ കാവടിക്ക് വന്ന രീതിയിൽ തന്നെയാണ് മാവ് നിൽക്കുന്നത്. അത് നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇതൊരു മഷ്റൂം യൂണിറ്റാണ്. ഇതിൽ മഷ്റൂമായിട്ട് തന്നെ സെയിൽ കൗണ്ടറിൽ വിൽക്കുന്നുണ്ട്. സ്പൂണും കൊടുക്കുന്നുണ്ട്, വിത്തും കൊടുക്കുന്നു, മഷ്റൂമും വിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു യൂണിറ്റാണ് ഇത്. അടുത്തതെന്ന് പറഞ്ഞാൽ ലൈവ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് യൂണിറ്റാണ്. ഇതിനകത്തൊരു 2 പശുവും ഒരു കുട്ടിയുണ്ട്. ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ തന്നെ അവിടുത്തെ കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. പഞ്ചഗവ്യം, പഞ്ചദ്രവ്യം എന്നീ വളക്കൂട്ടുകളും ട്രൈക്കോഡർമ എൻട്രി ചെയ്യാൻ വേണ്ടി ചാണകവും ഉപയോഗിക്കുന്നു. ഇവിടുത്തെ പശുവിൻ്റെ തന്നെ ചാണകമാണ് ഉപയോഗിക്കുന്നത്. അതും വിൽപ്പനയ്ക്ക് തന്നെ സെയിൽ കൗണ്ടറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കർഷകർക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്റ്റും അവിടെ ചെന്നാൽ വാങ്ങിപ്പാൻ. ജൈവ പ്രോഡക്റ്റ് എല്ലാം തന്നെ അവിടെ ഉണ്ട്. പിന്നെ മീനെ സൂക്ഷിക്കുന്നത്, കേടാകാതെ സൂക്ഷിക്കുന്ന മെഷീൻസും ഉണ്ട്.
ഇത് കർഷകരുടെ ട്രെയിനിങ് വരുന്നതിന് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. അപ്പം ഇത് ഹൈബ്രിഡ് ഇനം തെങ്ങുകളാണ് നട്ടേക്കുന്നത്. മീൻകുളത്തിനോടടുത്ത് തന്നെയാണ് തെങ്ങ് ചെയ്തേക്കുന്നത്. അതിന് ചുറ്റും തന്നെ തീറ്റപ്പുല്ലും ചെയ്തിട്ടുണ്ട്. ഒരുപാട് യൂണിറ്റുകൾ മീൻകുളമായിട്ട് ചെയ്തിട്ടുണ്ട്. തിലോപ്പിയ, കരിമീനാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോട്ടയം ജില്ലയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നെല്ലും മീനും, ഒരു മീൻ ഒരു നെല്ല് എന്ന രീതിയിലാണ് കൃഷി. പിന്നെ തെങ്ങിന് ചുറ്റും ഇടവിള, വാഴയ്ക്ക് ചുറ്റും ഇടവിള, അങ്ങനെ രീതികളാണ്. ഇത് കണ്ടല്ലോ, ബൊഗൈൻവില്ലയുടെ പല വെറൈറ്റീസാണ് ചെയ്തിരിക്കുന്നത്. ഇത് സെയിൽ കൗണ്ടറിൽ തന്നെ വിൽക്കാനും അവർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് അലങ്കാരത്തിനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കുമരകം KVK ചെന്നാൽ കാണുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റുകളുടെ റൂമുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃഷിയിടത്തിനുള്ള എന്ത് പ്രശ്നങ്ങളും ഇവിടെ കൊണ്ടുവന്നാൽ കർഷകർക്ക് സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കോട്ടയം ജില്ലയുടെ കർഷകർക്ക് എന്താവശ്യമുണ്ടെങ്കിലും KVK ചെന്നാൽ മതി. ഇത് മീൻ വളർത്തലിൻ്റെ ഒരു യൂണിറ്റാണ്. ഇത് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റാണ്. അപ്പം ഏത് പ്രോഡക്റ്റിൽ നിന്നും അച്ചാറ്, സ്ക്വാഷ് അങ്ങനെയുള്ള ഐറ്റംസുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ തന്നെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സെൻ്ററാണ്. സ്ക്വാഷ് ഉണ്ട്, ജാമുണ്ട്, പിക്കിൾസ് ഉണ്ട്, അങ്ങനെ പല രൂപത്തിലായിട്ടാണ് സെയിൽ കൗണ്ടറിൽ ഇതെത്തുന്നത്. അപ്പോൾ ഇത് ഇവിടെ ചെയ്യുന്ന മിഷൻ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ മിഷൻ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഉണക്കാനും പൊടിക്കാനും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കർഷകർക്ക് അവരുടെ പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. 50 രൂപ റേറ്റേ ഉള്ളൂ. ഫ്രീസർ നമ്മൾ എന്തെങ്കിലും ഫ്രോസൺ കട്ട്ലറ്റ് ജ്യൂസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതായത് കേടാവാൻ വേണ്ടി ഫ്രീസ് ചെയ്ത് വെക്കുന്നതാണ്. ഇത് ഫ്രീസറാണ്. ഇത് പിന്നെ ഇത് ജ്യൂസ് എക്സ്പയർഡ് എന്ന് പറയും. നമുക്ക് ഫ്രൂട്ടിന്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടി, അതായത് പൈനാപ്പിൾ ആണെങ്കിലും വേപ്പിക്ക ആണെങ്കിലും വേവിച്ച് അതിന്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണിത്. അപ്പോൾ ഇതിൽ ഈ ഭാഗത്തൂടെ അതിന്റെ വേസ്റ്റ് വരും, അടിയിൽ കൂടെ ജ്യൂസ് സെപ്പറേറ്റ് ആയിട്ട് വരും. ഇവിടെ തന്നെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുമല്ലേ മാഡം? ഇവിടുത്തെ പ്രോഡക്റ്റ് തന്നെ ഉണ്ടാക്കി കൊടുക്കുവാണോ? ഇവിടെ നമ്മൾ ഉണ്ടാക്കി ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് ഫ്രൂട്ട് പൾപ്പർ എന്ന് പറയും. നമുക്ക് ജാമ്, ജെല്ലി അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മുടെ പൾപ്പ് നല്ല തിക്കായിട്ട് വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണിത്. പൾപ്പർ എന്ന് പറയും. പിന്നെ ഈ മൂന്നാമത് കാണുന്ന മെഷീനാണ് സ്ലോട്ടിനർ. അത് നമുക്ക് ചക്ക വരട്ടാനും അവലോസ് പൊടി, ചമ്മന്തി പൊടി അങ്ങനെയുള്ള വരട്ട് പരിപാടിക്ക് ഉപയോഗിക്കുന്ന മെഷീനാണ് സ്ലോട്ടിനർ. അപ്പം നമ്മുടെ കൈയുടെ ആവശ്യമില്ല, നമുക്ക് കൈകൊണ്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, മെഷീൻ തന്നെ ഇളക്കി കൊടുത്തോളൂ. ഇത് മിക്സ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് മാഡം? വരട്ടാൻ വേണ്ടി. വരട്ടാൻ. ഇത് ഹീറ്റ് ആവുമോ അന്നേരം? തന്നെ ഹീറ്റർ ഓണാണ്. അപ്പോൾ ഹീറ്റായി വരട്ടിയെടുക്കാം. ഇത് സാധാ പൾവറൈസർ. നമ്മൾ അരിപ്പൊടിയൊക്കെ പൊടിക്കുന്ന മെഷീൻ. അരിപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് പൊടിച്ചു മാറ്റാം. മാക്സിമം നമുക്ക് ഇടാൻ പറ്റും. 25 കിലോ ഉപയോഗിക്കാം. ഇത് പിന്നെ വെജിറ്റബിൾ ചോപ്പർ. സബോളയൊക്കെ അരിയുന്ന പോലത്തെ മെഷീനാണ് വെജിറ്റബിൾ ചോപ്പർ. കപ്പ, ചക്ക അതൊക്കെ. ചക്കയൊക്കെ നമ്മളങ്ങനെ തൊലിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് വരട്ട് കൊടുക്കാൻ. കുരു കളഞ്ഞ് തൊലി കളഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ ഇത് ഫ്രൂട്ട് മില്ല്. അതായത് നമുക്ക് പൈനാപ്പിൾ, ചക്കയുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ്. അങ്ങനെ ചക്കയൊക്കെ ചുള മാത്രം അടക്കിയെടുത്ത് ഇതിനകത്തിട്ട് ചതച്ചെടുത്ത് നേരെ ഫ്ലോട്ടിലും അതിട്ട് കൊടുക്കുവാണ് നമുക്ക് വരട്ടിയെടുത്തുകൊണ്ട് പോകാം. വരട്ടാൻ വേണ്ടി നമ്മൾ ഇതിന് ചതച്ചെടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകാം. മിക്സഡ് ഫ്രൂട്ട് ജാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് ഫ്രൂട്ടാണ് മാഡം? ഇതിനകത്ത് പൈനാപ്പിൾ ഉണ്ട്, പപ്പായ ഉണ്ട്, ബനാന ഉണ്ട്. ഇത് 1/2 കിലോ വെച്ച് മൊത്തത്തിൽ 1.5 കിലോ പൾപ്പും 1.5 കിലോ പഞ്ചസാര. 1.5 കിലോ പൾപ്പും എടുത്ത് 1.5 കിലോ പഞ്ചസാര ആഡ് ചെയ്തിട്ട് അത് കുറുക്കിയെടുക്കാം. എന്നിട്ട് പുളിക്ക് വേണ്ടി ഒരു സിട്രിക് ആസിഡ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ കേടാവാതിരിക്കാൻ വേണ്ടി പുറത്തോടൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യും. അത് നമ്മുടെ സെയിൽ കൗണ്ടറിൽ തന്നെ വിൽക്കുമല്ലേ ഇതെല്ലാം? നമ്മുടെ ഫാമിലുള്ള പ്രോഡക്റ്റ് തന്നെയല്ലേ എടുക്കുന്നത്? പൈനാപ്പിളും എല്ലാം. നെല്ലിക്ക ഇത് ജ്യൂസിനാണോ അതോ അച്ചാറിന്? അപ്പോൾ ഇവിടെ എത്ര ഐറ്റംസ് നമ്മുടെ സെയിൽ കൗണ്ടറിലുണ്ട് മാഡം? ഇവിടുത്തെ ഒരുപാടുണ്ടല്ലേ? അപ്പോൾ ഇത്രയുമാണ് കുമരകം KVKയിലെ കാഴ്ചകളും അറിവുകളും. അപ്പോൾ നിങ്ങൾക്കും ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വാല്യൂ ആഡഡ് പ്രോഡക്റ്റിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങുകൾ അവർ തരും. അതിന് പൈസ ചിലവില്ല. നിങ്ങൾക്ക് താമസിക്കാനുള്ള റൂമുകൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു ട്രെയിനിങ് നൽകുന്നതായിരിക്കും.
അപ്പോൾ ഇവിടെ വന്നാൽ നല്ലൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് തന്നെ ബോട്ടിങ്ങും ഉണ്ട്. അപ്പം ഒരു ടൂറായിട്ട് വന്ന് കെവിക്ക് കുറിച്ചുള്ള അറിവുകളും നേടി ഒരു ബോട്ടിങ്ങും കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാം.